കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ദൈവനാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. സോഷ്യൽ മീഡിയ കൂട്ടായ്മയായ VMKDയുടെ ആഭിമുഖ്യത്തിൽ ഒരു ഓർഗൻ ക്ലാസ് ആരംഭിക്കുന്നു എന്നറിയുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. സംഗീതം നമ്മുടെ ആരാധനയുടെയും വിശ്വാസത്തിൻ്റെയും ഭാഗമാണ്. യഹൂദ പാരമ്പര്യത്തിൽ നിന്ന് ക്രൈസ്തവ പാരമ്പര്യത്തിലേക്ക് ലഭിച്ച അമൂല്യമായ ഒരു സംഭാവനയാണ് ആരാധനയിൽ ഉപയോഗിക്കുന്ന സംഗീതം. സംഗീതമില്ലാതെ ഒരു ആരാധന ഇന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും സാധ്യമല്ല. വേദപുസ്തകത്തിലും നിരവധി ഭാഗങ്ങൾ പദ്യരൂപത്തിലാണ് അല്ലെങ്കിൽ സംഗീത രൂപത്തിലാണ് രേഖപ്പെടുത്തിയത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. VMKD കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഓർഗൻ ക്ലാസ് ആരംഭിക്കാനായിട്ട് ഒരുങ്ങുന്ന ഈ സമയത്ത് പ്രാർത്ഥനയോടുകൂടി നമുക്ക് അത് ആരംഭിക്കാം. ഈസ്റ്റ് കേരള മഹായിടവയിലെ ശ്രീ റോയ് ഐസക്കാണ് ഈ ക്ലാസ്സുകൾക്ക് നേതൃത്വം നൽകുന്നത് എന്നറിയുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഈ ക്ലാസ്സുകൾ പഠിക്കുന്നവർക്ക് മാത്രമല്ല, പഠിപ്പിക്കുന്നവർക്കും സഭയ്ക്കും സമൂഹത്തിനും അനുഗ്രഹമാകട്ടെ, നമ്മുടെ ആരാധനകൾ സമ്പുഷ്ടമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിച്ച് നമുക്ക് ഈ ക്ലാസ്സുകൾ ആരംഭിക്കാം. പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. സകല നന്മകളുടെയും ഉറവിടമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടുന്ന് തരുന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് ഞങ്ങൾ നന്ദി കരയറ്റുന്നു. സംഗീതത്തിലൂടെ അങ്ങേ ആരാധിക്കുവാൻ അവിടെ ഞങ്ങളെ ഒരുക്കുന്നതിനായിട്ട് സ്തോത്രം. VMKD കൂട്ടായ്മയിലൂടെ ഓർഗൻ ക്ലാസ്സുകൾ ആരംഭിക്കാനായി ഞങ്ങൾ ഒരുങ്ങുമ്പോൾ അവിടുത്തെ സാന്നിധ്യത്തിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്ലാസ്സുകൾക്ക് നേതൃത്വം നൽകുന്ന ശ്രീ റോയ് ഐസക്കിന് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഈ ക്ലാസ്സുകളിൽ പങ്കെടുക്കാനായിട്ട് ഒരുങ്ങുന്ന മക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്നു. ക്ലാസ്സുകൾ ഞങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹപ്രദമാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ക്ലാസ്സുകളിലൂടെ അങ്ങയുടെ നാമം കൂടുതൽ മഹത്വപ്പെടുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അർത്ഥവത്തായ ആരാധനകൾ തുടർന്നും ഞങ്ങൾക്ക് ക്രമീകരിക്കുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ. ഈ കൂട്ടായ്മയെ അനുഗ്രഹിക്കണമേ. മാനവും മഹത്വം അങ്ങെടുത്തുകൊള്ളണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ യാചിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമേൻ. VMKD കൂട്ടായ്മയിലൂടെ ആരംഭിക്കുന്ന ഈ നവസംരംഭം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു. നമസ്കാരം. VMKDയുടെ പലവിധ സംരംഭങ്ങളിൽ ഗാന പരിശീലനം ഉൾപ്പെടെ വേദപാഠ പരിശീലനം ഉൾപ്പെടെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഒരു പുതിയ സംരംഭം കൂടെ ആരംഭിക്കുകയാണ്. ഓർഗൻ പരിശീലനം. ഓർഗൻ പരിശീലനം എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരുടെ മനസ്സിലേക്ക് സ്റ്റാഫ് നൊട്ടേഷനും പിയാനോയും ഒക്കെ കയറി വരുന്നുണ്ടാകും. പക്ഷേ ഇവിടുത്തെ ഓർഗൻ പരിശീലനം വളരെ ലളിതമായിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ട് ഓർഗൻ അറിയാവുന്നവർ കുറച്ച് ക്ഷമ കാണിക്കണം. കാരണം വളരെ ലളിതമായിട്ട് ഓർഗനെ പറ്റി ഒന്നും അറിയാൻ പാടില്ലാത്ത കുഞ്ഞു കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് വേണ്ടിയുള്ള ലളിതമായ ഒരു പാഠ്യപദ്ധതിയാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിന് 4 ഘട്ടങ്ങളുണ്ട്. 1-ാം ഘട്ടത്തിൽ ഓർഗൻ്റെ കട്ടകളെ പരിചയപ്പെടുകയാണ്. അതിൻ്റെ പേര്, കട്ടകൾ, അതെങ്ങനെ കാണിക്കുന്നു എന്നുള്ളത്. 2-ാം ഘട്ടത്തിൽ ടോണിക് സോൾഫ എന്ന രീതിയിൽ ഓർഗനിൽ മെലഡി പ്ലേയിങ് അഭ്യസിക്കുകയാണ്. 3-ാം ഘട്ടത്തിൽ ഷാർപ്പ് നൊട്ടേഷൻ അനുസരിച്ചുള്ള പിയാനോയുടെ
കോഴ്സ് ആരംഭിക്കുന്നു. 4-ാം ഘട്ടത്തിൽ 4 പാർട്സ് പ്ലേയിങ് ഷാർപ്പ് നൊട്ടേഷൻ അനുസരിച്ച് അഭ്യസിപ്പിക്കുന്നു. ഇങ്ങനെ 4 ഘട്ടങ്ങളുണ്ട്. ഇപ്പോൾ തുടക്കത്തിൽ വളരെ ലളിതമാണെന്ന് തോന്നുന്നതുകൊണ്ട് ചിലപ്പോൾ ഓർഗനെപ്പറ്റി സ്വല്പം അറിയാവുന്നവർക്ക് ഇതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. പക്ഷെ അത് ക്ഷമിക്കുക. സദയം കുഞ്ഞു കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് പ്രയോജനപ്പെടും എന്നുള്ളതുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഓർഗൻ ക്ലാസ് ക്രമീകരിച്ചിരിക്കുന്നത്. അതിൽ എല്ലാവരും സഹകരിക്കണമേ എന്ന് അഭ്യർത്ഥിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഓർഗനിലെ കട്ടകൾ എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്, അത് തമ്മിലുള്ള ബന്ധം, അതെങ്ങനെ തിരിച്ചറിയാം, അതിന് കൊടുക്കുന്ന നൊട്ടേഷൻസ്, പേരുകൾ, ഇതൊക്കെയാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. നമുക്കറിയാം കറുത്ത കട്ടകളും വെളുത്ത കട്ടകളും ഉണ്ട്. എന്നാൽ ഇതിന് തുല്യ പ്രാധാന്യമാണുള്ളത്. അതുകൊണ്ട് എല്ലാ കട്ടകളെ സംബന്ധിച്ച് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ വെളുത്ത കട്ടയിലാണ് ആദ്യം തുടങ്ങുന്നത്. പക്ഷേ വെളുത്ത കട്ടകളുടെ പേരുകൾ നമുക്ക് പഠിക്കണമെങ്കിൽ കറുത്ത കട്ട ആവശ്യമാണ്. അപ്പോൾ കറുത്ത കട്ടയായിട്ട് ബന്ധപ്പെടുത്തിയാണ് വെളുത്ത കട്ടകളെ തിരിച്ചറിയുന്നത്. അതിലേക്ക് നമുക്ക് ഓർഗൻ്റെ സഹായത്തോടെ കടക്കാം. ഇത് ഒരു ഇലക്ട്രോണിക് പിയാനോയാണ്. ഈ കീബോർഡിൽ നമുക്ക് കാണാം കറുത്ത കട്ടകൾ, വെളുത്ത കട്ടകൾ. കറുത്ത കട്ടകൾക്കൊരു പ്രത്യേകത 2 കറുത്ത കട്ട, 3 കറുത്ത കട്ട, 2 കറുത്ത കട്ട, 3 കറുത്ത കട്ട, ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഈ 2, 3, 5 കറുത്ത കട്ടകൾ ചേർന്നിട്ട് എത്ര ഗ്രൂപ്പ് ഉണ്ടെന്ന് നോക്കിയാൽ 1, 2, 3, 4, 5, 6, 7 ഗ്രൂപ്പുണ്ട്. അപ്പോൾ ഇതൊരു 7 ഒക്ടേവുള്ള കീബോർഡാണ്. ഒരു പ്രാവശ്യം കൂടെ പറയാം. ഇപ്പോൾ നമുക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് 2, 3, 5 കറുത്ത കട്ട ഒരു സെറ്റ്. അങ്ങനത്തെ എത്ര സെറ്റ് ഉണ്ടെന്ന് നോക്കാം. 1, 2, 3, 4, 5, 6, 7 സെറ്റുണ്ട്. അപ്പോൾ ഇത് 7 ഒക്ടേവുള്ള ഒരു ഇലക്ട്രോണിക് കീബോർഡാണ്. ഇവിടെ ഒരു 3 കട്ട കൂടുതൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിന് 7.4 ഒക്ടേവ് എന്ന് പറയാം. ഇംഗ്ലീഷ് അക്ഷരമാലയിൽ ABCDEFG എന്നീ 7 അക്ഷരങ്ങളാണ് നമ്മൾ ഈ കട്ടകൾക്ക് പേരായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം പഠിക്കുന്നത് നാച്ചുറൽ സ്കെയിലാണ്. അത് വെള്ളക്കട്ട മാത്രമുള്ള ഒരു സ്കെയിലാണ് ആദ്യം പഠിക്കുന്നത്. അതിന് C മേജർ സ്കെയിൽ എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ചാർട്ട് ചെയ്യുന്നത് Cയിലാണ്. അപ്പോൾ C എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ് ആദ്യം പറഞ്ഞിരുന്നത്. നമ്മൾ ഈ നേരത്തെ കണ്ട 2 കറുത്ത കട്ടയുടെ ലെഫ്റ്റ് സൈഡിലുള്ളത് C, 2 കറുത്ത കട്ടയുടെ നടുക്കുള്ളത് D, 2 കറുത്ത കട്ടയുടെ വലതുവശത്തുള്ളത് E. അപ്പോൾ 3 കട്ടകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. C, D, E. അത് ഇപ്പുറത്ത് വായിച്ചു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം കൂടെ പറയാം. 2 കറുത്ത കട്ടകളുടെ ഇടതുവശത്ത് C, 2 കറുത്ത കട്ടകളുടെ നടുവശത്ത് D, 2 കറുത്ത കട്ടകളുടെ വലതുവശത്ത് E. ഇനി നമുക്ക് ഈ കീബോർഡിൽ എത്ര C ഉണ്ടെന്ന് കണ്ടുപിടിക്കാം. ഇവിടെ C 1, 2, 3, 4, 5, 6, 7, 8 C ഉണ്ട് ഇതിൽ. 8ാമത്തെ C ഇതിന് മുകളിലേക്കുള്ള ഒക്ടേവിൻ്റെ ഭാഗമാണ്. അപ്പം C എത്രയുണ്ട്, അതുപോലെ തന്നെ Dയും അത്രയും തന്നെ കാണണമല്ലോ. പക്ഷേ D 8ാമത്തത് ഇല്ല, 7 ഉള്ളൂ. അതുപോലെ Eയും 7 ഉള്ളൂ. അപ്പോൾ നമ്മളിപ്പം C, D, E 3 കട്ടകൾ പഠിച്ചു കഴിഞ്ഞത്. C, D, E. അപ്പോൾ അത് നമ്മൾ ഓർത്തിരിക്കണം. പ്രത്യേകിച്ച് C എന്നുള്ളത് നമുക്ക് എപ്പോഴും മനസ്സിൽ വരണം. Cയിലാണ് നമ്മളെല്ലാം തുടങ്ങുന്നത്. പ്രത്യേകിച്ചും ഏത് കീബോർഡിൻ്റെ ആണെങ്കിലും സെൻറ്ററിൽ വരുന്ന C ആണ് മിഡിൽ C എന്ന് അറിയപ്പെടുന്നത്. ഈ മിഡിൽ Cയിൽ നിന്നാണ് നമ്മൾ പിയാനോയുടെ ഇത് പഠനം തുടങ്ങുന്നത്. അതുകൊണ്ട് മിഡിൽ C വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മിഡിൽ C ആദ്യം കണ്ടുപിടിക്കുക. അത് ഈ കീബോർഡിൻ്റെ ഒത്ത സെൻറ്ററിൽ നിന്നും ജസ്റ്റ് ലെഫ്റ്റിലുള്ള കീ ആണ് മിഡിൽ C. ഇവിടെ ഇതാണ് മിഡിൽ C. അപ്പോൾ ഇത്
സി ഡി ഇ സി ഡി ഇ എഫ് ജി എ ബി ഇത്രയും സ്വരങ്ങൾ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പം ഇതിനകത്ത് ഫിംഗറിംഗ് ഒന്നും ഇപ്പം പ്രശ്നമല്ല. നമ്മളൊരു ചൂണ്ടുവിരൽ മാത്രം വെച്ചിട്ട്, അതായത് ഈ സി ഡി ഇ എഫ് എന്നുള്ള ഈ പേരുകൾ പഠിക്കാൻ വേണ്ടി മാത്രമാണ്, ഓർത്തിരിക്കാൻ. സി എ ഡി എ ഇ എ എഫ് ജി എ ബി എ സി അത് ഓർത്തിരിക്കാൻ വേണ്ടി മാത്രം ഉള്ള ഒരു എക്സസൈസാണ്. അത് ചെയ്യാം. സി ഡി ഇ ഡി സി സി ഡി ഇ എഫ് ഇ ഡി സി സി ഡി ഇ എഫ് ഇ എഫ് ഇ ഡി സി 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 ഡി ഇ എഫ് ജി എ ജി എഫ് ഇ ഡി സി സി ഡി ഇ എഫ് ജി എ ബി എ ജി എഫ് ഇ ഡി സി സി ഡി ഇ എഫ് ജി എഫ് സി ഡി ഇ എഫ് ജി എ ബി സി. ഇതുവരെ നമ്മൾ സി എന്നുള്ള കട്ട ഒറ്റയടിക്ക് എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് പഠിച്ചു. രണ്ട് കറുത്ത കട്ടയുടെ ഇടത് വശത്തുള്ള സി, അതിനെ തുടർന്നുള്ള നോട്ടുകൾ നമ്മൾ സി ഡി ഇ എഫ് ജി എ ബി സി എന്ന് പ്ലേ ചെയ്യുകയും ചെയ്തു. പക്ഷേ നമുക്ക് പെട്ടെന്നൊരു സി എ കൂടാതെ നമുക്ക് വേറൊരു നോട്ട് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന എഫ് ആണ്. അത് 3 കറുത്ത കട്ടയുടെ ഇടതുവശത്തുള്ളത് എഫ്. എഫ് എന്ന് പറയുന്നതിലും ഇത് ഏത് നോട്ട് വേണമെങ്കിലും അങ്ങനെ ഒറ്റ നോട്ടത്തിൽ കണ്ടുപിടിക്കാനുള്ള മെത്തേഡുകൾ നമുക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇപ്പം ഏറ്റവും എളുപ്പം ഓർത്തിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ 2 കറുത്ത കട്ടയുടെ ഇടതുവശത്ത് സി, 3 കറുത്ത കട്ടയുടെ ഇടതുവശത്ത് എഫ്. അപ്പോൾ എഫിൽ തുടങ്ങി ചെറിയ ഒരു എക്സസൈസും കൂടെ നമുക്ക് നോക്കാം. ഇപ്പോൾ എഫ് ജി എ ബി സി അതിൽ തുടങ്ങണം. ജി ജി എ ജി ഇത് എക്സസൈസ് തന്നെ താല്പര്യമുള്ളവർക്ക് ഇടത്ത് കൈ ഉപയോഗിച്ചും വായിക്കുക. ഇടത്ത് കൈ ചൂണ്ടുവിരൽ മാത്രം ഉപയോഗിച്ചിട്ട് ഈ എക്സസൈസ് എഫിൽ തുടങ്ങുന്ന
ഇത് ഒന്നുകൂടെ പ്ലേ ചെയ്യുകയാണ്. കാരണം ഇത് നമുക്ക് ഫിംഗറിങ് ഇവിടെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ജസ്റ്റ് ഇത് ഈ കട്ടകൾ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. FGABC എന്നീ ഇതിൻ്റെ ഓരോ കട്ടയുടെ പേരുകൾ പഠിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ F പഠിച്ചു, 3 കറുത്ത കട്ടയുടെ ഇടത് വശത്തെ F, പിന്നെ GABCA. ഒരു പ്രാവശ്യം കൂടെ ഇത് വായിക്കുകയാണ്. VMKDയുടെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ ആദ്യത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുകയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ സഹകരിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. ഈ ക്ലാസ് നമുക്ക് പ്രയോജനപ്പെടുമെന്ന് തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഫിംഗറിങ് ഒന്നും നോക്കാതെ നൊട്ടേഷൻ്റെ പേരുകൾ, കട്ടയുടെ പേരുകൾ പഠിക്കാൻ വേണ്ടി മാത്രമാണ് ഈ എക്സസൈസ് തന്നത്. അതുകൊണ്ട് ആ ഒറ്റ വിരൽ തന്നെ വെച്ച് ആ കട്ടകളുടെ പേരുകൾ നമ്മൾ മനസ്സിൽ കുറിച്ചിടുക. നമുക്കിപ്പോൾ C പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ള മാർഗം മനസ്സിലായി. അതുപോലെ Fഉം പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ള മാർഗം മനസ്സിലായി. അത് ഓർത്തിരിക്കുക. അതനുസരിച്ച് മറ്റുള്ള കട്ടകളെ, അടുത്തടുത്ത കട്ടകളെ തിരിച്ചറിയാൻ പറ്റും. ഇത് ഒരു പ്രത്യേകിച്ച് ABCD എന്നുള്ള ഈ അക്ഷരമാലയുടെ ഇത് എല്ലാ ഉപകരണങ്ങളിലും പിന്നീട് ആവശ്യമായിട്ട് വരും. ഏത് ഉപകരണം പഠിക്കണമെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റാർ നൊട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ABCDയുടെ പ്രാധാന്യമൊക്കെ നമുക്ക് മനസ്സിലാകും. ഏത് ഉപകരണം പ്ലേ ചെയ്യണമെങ്കിലും ഇത് പഠിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ഇത് ബേസിക്കായിട്ട് നമുക്ക് എന്നും പ്രയോജനപ്പെടുന്ന സംഗതിയാണ്. അതുകൊണ്ട് ഇതിൽ സഹകരിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുകയാണ്. നന്ദി.